ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് കക്കിറച്ചി നന്നാക്കിയാലോ. അത് കുഞ്ഞി കക്കിറച്ചി. അതിനാദ്യം വേണ്ടി കുറച്ച് ചൂടുവെള്ളം മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് കക്കിറച്ചി ഇട്ട് അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചത് നന്നായിട്ട് അത് അമർത്തി കൊടുക്കണം, പ്രസ് ചെയ്യണം. തുടർന്ന് അത് വീണ്ടും വീണ്ടും പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അതിനുള്ളിലുള്ള വേസ്റ്റൊക്കെ പുറത്തോട്ട് വരും. ഇതൊരു വിധത്തിൽ കുഞ്ഞി കക്കിറച്ചി നന്നാക്കാനുള്ള എളുപ്പ വഴിയാണ്. ഇങ്ങനെ നമ്മൾ വീണ്ടും 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 ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അത് കളയണം. എന്നിട്ട് വീണ്ടും അങ്ങനെ ഒരു 5-6 പ്രാവശ്യം നമ്മളിത് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മൾ ആദ്യത്താണിത്. ഇനി നമുക്ക് കളയാം. വീണ്ടും മഞ്ഞൾപ്പൊടി തിളപ്പിക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന കക്കിറച്ചിയിലേക്ക് അത് ഒഴിക്കുക. ഇത് കണ്ടോ, ഇതിലേക്ക് ഒഴിക്കുക. അത് വീണ്ടും ഇതാക്കുക. ഇപ്പം നമ്മൾ 2 പ്രാവശ്യം ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടോ. 2 പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ടും ഒരു മാറ്റമല്ല. നമ്മൾ 3ാമത്തെ പ്രാവശ്യമായിട്ട് വീണ്ടും മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യണം. നന്നായിട്ട് അത് പ്രസ് ചെയ്യണം. നമ്മൾ എത്ര നന്നായി പ്രസ് ചെയ്യുന്ന അത്രയും നന്നായിട്ട് അതിലുള്ള വേസ്റ്റുകളൊക്കെ പുറത്തോട്ട് വരും. അങ്ങനെ ഒരുപാട് നേരം ചെയ്തു നമ്മൾ ആ വെള്ളത്തിൻ്റെ കളറ് തന്നെ മാറിപ്പോവും നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം 4-5 പ്രാവശ്യം ഞാൻ ചെയ്തു. എത്ര ചെയ്താലും ഇതിൻ്റെ ഇത് പോകത്തില്ല. നമ്മൾ വീണ്ടും 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 ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഇത് ഓരോന്നായി എടുത്ത് ഇതിനുള്ളത്തെ വേസ്റ്റ് കളയണം. കുഞ്ഞ് കക്കിറച്ചിയാകുമ്പോൾ അത് പോസിബിൾ അല്ല, കാരണം എത്ര നേരം വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം, ഏകദേശം ഒരു 10-12 പ്രാവശ്യം സെയിം സ്റ്റെപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ചെയ്തിട്ട് അതിന് ശേഷം സാധാ വെള്ളം കൊണ്ട് കുറച്ച് നേരം കൂടി ഇതേമാതിരി ചെയ്യുക. അപ്പോൾ ഇതിലുള്ള വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് പോരും. This feels like time is making fun of me, taking away at the walls and I can barely breathe. ഇപ്പം നമ്മൾ ഏകദേശം എല്ലാം വൃത്തിയായി കഴിഞ്ഞു. ഒരു 10-12 വർഷം കഴിഞ്ഞതും നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് കക്കയുടേത് ഇത്.